എല്ലാവർക്കും ഇന്ത്യയുടെ 80ാമത്തെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. രാജസ്ഥാനിലെ ഗഗ്വാനയിലാണുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സ്വാതന്ത്ര്യം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്കൂളിലേക്ക് പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ്. നമ്മളെ വണ്ടിയിൽ ഫ്ലാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ റിബൺസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ അടിപൊളി പ്രോഗ്രാം നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു വളരെ സന്തോഷമുള്ളൊരു ഇതാണ് ഈ ഒരു സ്വാതന്ത്ര്യ ദിന ആഘോഷം. കാണുന്നില്ലേ മക്കളൊക്കെ? ഇതാ ഇവിടെ നമ്മുടെ ഗാന്ധിജി സാഹിബ്, അതുപോലെ നെഹ്റു, ഝാൻസി റാണി, ഇന്ദിരാഗാന്ധി है आपको है गांधी जी ये गांधी जी है हाँ ये भी गांधी जी है और क्या ഇത് ഹാരിസ് അതുപോലെ പട്ടാളക്കാരൻ അങ്ങനെ അതാ പതാക ഉയർത്തിയാണ്. ഞാൻ ആ പാർട്ടിയിൽ ഓണാക്കിയിട്ട് കോപ്പറേറ്റ് വരും. അതുകൊണ്ട് ഞാൻ തന്നെ മിക്കവാറും പാടുണ്ട്. കേട്ടോ പാടി അല്ല ശരിയാന്ന്. ഇതില് പാടിയുണ്ട്. പതാക ഉയർത്തി കഴിഞ്ഞ ഇനി പാടണ്ട, ഇനി പാടണ്ട. പതാക ഉയർത്തന്റെ ഇത് വീണ്. ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ സംഭവം കേട്ടോ. ഇത്ര ഭംഗിയിലൊന്നും ഇവരോട് സെറ്റപ്പ് ചെയ്യാറില്ല പൊതുവിൽ. ഇതിലൊരു കേരള മോഡൽ സിസ്റ്റം ഇവരോട് ഡെവലപ്പ് ചെയ്യാണ്. നമ്മളെ ഗാന്ധിജനെ ഉസ്താമാരിങ്ങനെ ക്ഷണിച്ചു കൊണ്ടുവരിക പരിപാടിക്കൊക്കെ. നെഹ്റു വേക്ക് തന്നെ ഉണ്ട്. പട്ടാളക്കാരെല്ലാം സജീവം, ഒന്നും നടക്കൂല. നോക്കറാ ഝാൻസി റാണിനല്ലോ. ഝാൻസി റാണിയും ഗാന്ധിജിയും പിന്നാരനും ഈ തൊപ്പിട്ടാരാ ഇതാ നെഹ്റു. ഇതും ഗാന്ധിജി തന്നെ പോലും. ഗാന്ധിജിന്റെ അനിയനെ പോലെയുണ്ട്. ഇത് നമ്മൾ ഇന്ദിരാഗാന്ധി. എല്ലാരും കൂടെ അപ്പൊ എല്ലാരും ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പതാക ഉയർത്തലും പരേഡെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാരും നേരെ താഴേക്ക് ഇറങ്ങി. ഇവിടെയാണ് രക്ഷിതാക്കളൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികളെ കുറച്ച് പരിപാടികളും സ്വാതന്ത്ര്യത്തിനൊക്കെയായി ബന്ധപ്പെട്ട് പരിപാടികളൊക്കെ ഇവിടെ നടക്കാനുണ്ട്. അനുഭവമാണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാട്ടിലെ കാരണവന്മാരും പിന്നെ എല്ലാരും ഉണ്ട്. ഓക്കെ, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജാമിയ മൊയ്നയുടെ പ്രധാന ഉസ്താദാണ് സൈനുദ്ദീൻ ഇർഫാനി. അത് കഴിഞ്ഞിട്ട് പ്രസംഗിക്കാൻ വന്നത് ഈ സ്കൂളിലെ പ്രിൻസിപ്പള്. കേരളത്തിൽ നിന്ന് വന്നെയാണ്. പിന്നെ സർപ്രൈസ് ആണ്. ഞാൻ കേൾപ്പിക്കൂല. അത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഹിന്ദി അറിയില്ലല്ലോ. ഇത് ഹിന്ദിക്കാർക്ക് മാത്രമുള്ള പ്രസംഗം ആയതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല, അതിന്റെ വോയിസ് കൊടുക്കുന്നില്ല. स्वातंत्र दिन है, इसलिए अल्हम्दुलिल्लाह हम हमारे प्रेम करो देश प्रेमियों, देखो ये धरती हम सबकी माता है। सोचो आपस में क्या अपना नाता है। हम आपस में लड़ बैठे तो देश को कौन संभालेगा। कोई बाहर वाला अपने घर से हमें निकालेगा। दीवानो हो करो
मेरे देश प्रेमियों, आपस में प्रेम करो देश प्रेमियों, मेरे देश प्रेमियों, आपस में प्रेम करो देश प्रेमियों। हाँ बहुत बढ़िया बहुत बढ़िया बहुत बढ़िया। आप चुपचाप बैठे थे ना। Good morning, everyone. My name is Amanat. I am here. प्यारे बदलो भूलन जाना तुमकी कुर्बानी को कौन सलत पत मीरों की बोलो बोलो आजाद हूँ आजाद रहूंगा मैं इंदिरा गांधी का नहीं बेटा देश बचाओ तू भी इमरान अमेरिकन शिक्षित बनो संघर्ष करो इंकलाब जिंदाबाद मैं हूँ झांसी की रानी मैं अपनी झांसी की അങ്ങനെ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരെല്ലാം വന്ന് പ്രസംഗിച്ച് പിന്നെ പരിപാടി അങ്ങോട്ട് ഉഷാറാക്കി, ഒന്നും പറയാനില്ല. അത് കഴിഞ്ഞ് പിന്നെ സ്വാതന്ത്ര്യദിനമായിട്ട് നമ്മൾ വണ്ടിക്ക് കുറച്ച് കൊടിയും പിന്നെ റിബണൊക്കെ ഒട്ടിക്കാന്നുള്ള ആലോചനയിലാണ്. പിന്നെ പോവുകയും ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ മൊയ്നിയിലെ കുറച്ച് സുഹൃത്തുക്കൾ എന്ത് ചെയ്ത്, അവർ ഒരു ആവേശം കാണിച്ചപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെ അവരുടെ കൂടെ റിബണൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ 2 ഗ്ലാസിൻ്റെ ഭാഗത്തും പിന്നെ ഒരു ചെറുതായിട്ടൊരു കൊടിയും ഇവിടെ ഇവിടെ നിന്നിട്ട് എന്തായാലും പിടിക്കാൻ നമ്മളപ്പോ ഇന്നിപ്പോ സ്വാതന്ത്ര്യദിനായോണ്ട് വണ്ടിക്ക് വൈകുന്നേരം ജയ്പൂർ എത്താം. കാണാം യാത്ര. ഞാൻ വരണ്ടേ?